ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചുകളിലൊന്നായ മുഴുപ്പിലങ്ങാട് ബീച്ചിനെയും ധർമ്മടം ബീച്ചിനെയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ടൂറിസം വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന മുഴുപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് പദ്ധതിയുടെ ഒന്നാം ഘട്ട പൂർത്തീകരണ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 79.5 കോടി രൂപ ചിലവഴിച്ചാണ് ആദ്യഘട്ടം പൂർത്തീകരിച്ചിരിക്കുന്നതെന്ന് മുഴുപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിത കണ്ണൂർ കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാലമായി ടൂറിസം രംഗത്തുള്ള എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുള്ള മുഴുപ്പിലങ്ങാട് ബീച്ച് ടൂറിസം കേന്ദ്രം, ടൂറിസം ഹബ്ബായി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം മുഴുപ്പിലങ്ങാട് ബീച്ചിൽ ഈ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ നമ്പർ 1 ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പിലങ്ങാടിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു ഒന്നാം ഘട്ട പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി ഒരുപാട് വിദേശികൾ ഉൾപ്പെടെയുള്ള ടൂറിസത്തെ സ്നേഹിക്കുന്നവർ മുഴുപ്പിലങ്ങാടിലേക്ക് എത്തിച്ചേരും. അവരെ സ്വീകരിക്കുവാനായി മുഴുപ്പിലങ്ങാട് പഞ്ചായത്തും പഞ്ചായത്തിലെ ജനങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ 233.79 കോടി രൂപ ചെലവഴിച്ച് സംസ്ഥാന ടൂറിസം വകുപ്പ് കിഫ്ബി വഴി നടപ്പാക്കുന്നത് പദ്ധതിയാണ് മുഴുപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം വികസന പദ്ധതി. ഇതിൻ്റെ 4 ക്യാരക്ടർ ലെവലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് ഫസ്റ്റ് ക്യാരക്ടർ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിലുള്ള ഘടകങ്ങളെന്ന് പറയുന്നത് നടപ്പാത, കുട്ടികൾക്കുള്ള കളിസ്ഥലം, ടോയ്ലറ്റുകൾ, കിയോസ്കുകൾ, ലാൻഡ്സ്കേപ്പിംഗ്, ഇരിപ്പിടങ്ങൾ, അലങ്കാര ലൈറ്റുകൾ, ഷേക്ക് സ്ട്രക്ചർ, ശില്പങ്ങൾ, ഗസീബോ, 1.2 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിച്ചിട്ടുള്ള പ്രൊമനോഡ് എന്നിങ്ങനെ വൈവിധ്യങ്ങളായ ഘടകങ്ങൾ പദ്ധതിയുടെ സവിശേഷതകളാണ്. നമുക്കറിയാം, മുഴുപ്പിലങ്ങാട് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഡ്രൈവിംഗ് ബീച്ചാണ്. നിരവധി ഇൻ്റർനാഷണൽ, നാഷണൽ ടൂറിസ്റ്റുകൾ ദിനംപ്രതി അവിടെ വന്നു പോവുകയാണ്. ഈ ഘട്ടത്തിൽ ഇതിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കിയാണ് ടൂറിസം വകുപ്പ് 233 കോടി രൂപയുടെ പദ്ധതി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നടപ്പാക്കുന്നത്. നടപ്പാത, കുട്ടികൾക്കുള്ള കളിസ്ഥലം, ടോയ്ലറ്റ് ബ്ലോക്കുകൾ, ഇരിപ്പിടങ്ങൾ, അലങ്കാര ലൈറ്റുകൾ, ശില്പങ്ങൾ തുടങ്ങിയവ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി സജ്ജമായിട്ടുണ്ട്. 4 ഘട്ടങ്ങളായിട്ടാണ് പദ്ധതി പൂർത്തീകരിക്കുക. ടൂറിസം വകുപ്പ് മേഖല ജോയിന്റ് ഡയറക്ടർ ഡി ഗിരീഷ് കുമാർ, ഡെപ്യൂട്ടി ഡയറക്ടർ TC മനോജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. Celebrating 40 years of Century Fashion City.